സമുദായ നേതാക്കന്മാർ അദ്ദേഹത്തിന് അവരുടെ ചടങ്ങിന് ക്ഷണിക്കുന്നു. അതിലെന്താ അത്ര അത്ഭുതം? എന്താ? കോൺഗ്രസ് പാർട്ടി ഒരു സാമുദായിക സംഘടനകളുമായിട്ട് സ്പർദ്ധയ്ക്ക് പോകാറില്ല. അവർ ഞങ്ങളെ വിമർശിക്കുമ്പോഴും ഞങ്ങൾ തിരിച്ചൊന്നും പറയാറില്ല. പക്ഷെ പാർട്ടിയുടെ നയം, ആ നയത്തിൽ ഉറച്ചു നിന്നുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതിൽ ചിലപ്പോൾ അവർക്ക് എതിർപ്പുണ്ടാകുമ്പോൾ ചർച്ച ചെയ്ത് പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിക്കും. അത് സാധാരണയാണ്. അതല്ലാതെ അവർ ഓരോ വർഷവും ഓരോ ആളുകളെയാണ് മുഖ്യാതിഥിയായിട്ട് ക്ഷണിക്കാറ്. ഇപ്പോൾ NSSൻ്റെ പരിപാടിയിൽ ഓരോ വർഷവും ഓരോ ആളുകളെയാണ് മുഖ്യാതിഥിയായിട്ട് ക്ഷണിക്കുക. ഇപ്പോൾ ഒരു വർഷം ക്ഷണിച്ചാൽ അടുത്ത വർഷം ക്ഷണിക്കാറില്ല. പിന്നെ ചടങ്ങിൽ എല്ലാവർക്കും പങ്കെടുക്കാം. ഞാൻ 90 ജനുവരി 2 ഞാനും പങ്കെടുത്തില്ല, MP ആയ ഉടനെ. അപ്പോൾ എല്ലാവരും പങ്കെടുത്തിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ ഒട്ടുമിക്ക നേതാക്കന്മാരും അതിൽ പങ്കെടുത്തിട്ടുണ്ട്. അല്ല, അവർ തമ്മിൽ എപ്പോഴും കാണാറുണ്ടല്ലോ. അതുകൊണ്ടാണ് അവർ ഏതാണ്ട് എല്ലാ ദിവസവും ഒരുമിച്ച് കാണാറുണ്ട്. ശരി.